ഹേ ഗായ്സ്, അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടു. നമ്മുടെ ഇൻസ്റ്റയുടെ കുറച്ച് കത്തനാരും ഗന്ധർവനും ഒക്കെ പാഞ്ഞു നടക്കുന്നുണ്ട്. നമ്മളതെടുത്ത് കണ്ടില്ലെങ്കിൽ നമുക്ക് മോശമല്ലേ നമ്മുടെ ചാനലിൽ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. ദൈവമേ, ഇതാരാ ഈ പാവാടയിട്ട് വന്നെ? തരളിതയായ ഒരു പാവാടക്കാരിയുടെ നെഞ്ചകത്ത വേദനയെ കുളിരാക്കി മാറ്റിയ നിലാവുള്ള രാത്രിയുടെ കഥ പാവാട. അയ്യോ, തലയിൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. കടാവിള ഏതാര തലയില് DRL വെച്ചിരിക്കുന്നു. ഇപ്പുറത്താര നിക്കണ് നല്ല കേടിയല നിപ്പ്. ഇട്ടിവെട്ട് സാധനം വളഞ്ഞത് തന്നെ. ഇനി അന്നാമ താങ്ങിക്കോളും. അന്നാ വന്നാട്ടെ. തലയിൽ എന്റെ പിള്ളേ വെച്ചേക്കുന്നു. എവനെന്ത് പറ്റി? അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. കളക്കാനല്ല പത്താനൊന്നും മനുഷ്യനല്ലേ പുള്ളേ. എന്റെ ദൈവമേ, യക്ഷിയോ? എന്താ ഇവിടെ പ്രശ്നം? അവീതം, അതാണ് ഇവിടുത്തെ പ്രശ്നം. അവീതമോ? അവീത നീ യക്ഷിയാണ്. അവീതം ഞാൻ പോർക്കത്തില്ല. ഞാൻ കടമുത്തച്ഛൻ. ഞാൻ കടമുത്തച്ഛൻ. ഞാൻ ഏതച്ഛൻ? താഴേക്ക് ഇറങ്ങി വാ. കടമുറ്റത്ത് കത്തിനാരാണെന്ന് നോക്കില്ല ഞാൻ. കുടമുറ്റത്ത് കുത്തച്ഛനോ? എന്തെന്ന്? മര്യാദക്ക് സംസാരിച്ചാൽ കത്തിനാർക്ക് കൊള്ളാം. ഇല്ലെങ്കിലോ? അല്ലെന്നുണ്ടെങ്കിലോ എന്റെ തനിനിറം നിങ്ങൾ കാണും. എന്റെ ദൈവമേ, സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഇറങ്ങി വാടിവിടാ. ഇറങ്ങി വന്നിരിക്കും ഞാൻ. ഇറങ്ങി വാടിതായേ. താടി അഴിഞ്ഞു പോയാലും പിടിക്കപ്പെടല്ലേ ഗുരുവായൂരപ്പ. ഇല്ലെങ്കിലോ? ഇറങ്ങി വാ. വരില്ലടാ. എനിക്കറിയാം. വരുത്താൻ എനിക്കറിയാം. ദൈവമേ, ഇതൊക്കെ ആരുടെ കണ്ടന്റ് എടുത്തു പറയണ്ട കാര്യമില്ല. ഇറത്തടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി വരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. എന്റെ ദൈവമേ, ഇത് ഏത് യൂണിവേഴ്സിലെ കത്തനാറാണോ എന്തോ. ഇത് ബെൽറ്റില് ഡബർ ബാൻഡ് കിട്ടേക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ. ഇവൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവളെ ഞാൻ അയ്യോ, ശരി. തലയില് DRL കത്തിച്ച് ഗന്ധർവം വന്നിട്ടുണ്ട്. കൊണ്ടുപോവാണോ എന്റെ ഗംഗ? ഇപ്പൊ പോണ്ട. ഒരു വവ്വാലിന്റെ വായന്ന് ചാടറ സാധനാണോ വന്നേ? ദൈവം, കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. കത്തനാരി യക്ഷിനെ കൊണ്ട് എങ്ങോട്ടോ പോയി. എങ്ങടാണോ എന്തോ. എന്റെ ദൈവം, കടവുലേ, കഷ്ടമാണ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോയാലേ. ദൃശ്യം 4. എന്താണ് മേഡം? ഞാൻ ഗീതാ അയ്യോ, പ്രഭാകരനാണ്. എന്റെ മോനെ, എന്റെ മോനെ ഇത് ദൃശ്യല്ല, അദൃശ്യം. നീ എവിടെയാ പിടിച്ചിരിക്കുന്നത്? ദൃശ്യോ? ഞാൻ കുളിച്ചിട്ട് മേഡം ദൃശ്യം 4. ചോദിച്ചോണ്ടിരിക്കുകയാണ്. മേഡത്തിന് അത്ര ഇതാണെങ്കിൽ റൂമില്ലേ, അവിടെ പോയിരുന്നു നമുക്ക് ഒരുമിച്ചിരുന്ന് മാതാം. വാ. പണ്ട് മോനെ, പാണ്ടിക്കരിമ്പാറ പോലെയാണ് മോനെ. നീ റൂമിലോട്ട് വിളിക്കാൻ മാത്രമായ എന്നെ. മേഡം എന്നാ കറക്റ്റായിട്ട് പറയാം. ഗ്ലോറി ഒന്ന് പറഞ്ഞാട്ടെ, ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താട്ടെ. മുള്ളംകുഴി പുഴയില്ലേ, ഞാൻ കൊന്നു. സുഗതൻ ഒരു കെട്ട് പൊട്ടിയ പട്ടമായിരുന്നു. സുഗതൻ ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. കമോണ്ട്ര സുഗത പറ. പുഴ പറ്റിക്കണം മേഡം. സുഗതൻ പിന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. സുഗത ഉണ്ടല്ലോ, പറ. സുഗതൻ എന്നാ തെറ്റൊക്കെയാ ചെയ്തെന്ന് സുഗതൻ ഇങ്ങ് പറഞ്ഞു. പുഴ പറ്റിക്കണം. അതിന്റെ അടിയിലാണ് വരൻ. അതിന്റെ അടിയിലാണ് വരൻ. സുഗതോ
ദൃശ്യമില്ല. അദൃശ്യം പാർട്ട് 4 ഇങ്ങനെ സഹിക്കുന്നുണ്ട് പുള്ളേ. സൈലൻസ് സൈലൻസ്. ഓക്കെ സൈലൻസ്. ഒന്നും മിണ്ടാണ്ടിരിക്കും. ഇത് ആരാണ് ഇത്ര കഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും അവിടെ ഒച്ചപ്പാടുണ്ടാക്കണേ? സൈലൻസ്. മിണ്ടില്ല. അടുത്ത റോളിംഗ് ആക്ഷൻ. ദൈവമേ തറക്കട്ട്. നെക്സ്റ്റ്. കടവുളെ മറിച്ചിട്ട് ദൈവമേ കുളി കഴിഞ്ഞ് പോയി കാണോ? വീടോ പൊറോട്ട അടിച്ച് കൊണ്ടുപോണു. ചാന്തി കുഴച്ചൊരു തടിയൻ നെഞ്ചത്ത്. ആദ്യം വന്ന തിര മറ്റേ തിരിയോട് അങ്ങോട്ട് പോകണ്ട. എന്റെ പൊന്നുള്ളൂ. എന്റെ ദൈവം, ഈ ഓരോ ദിവസവും ഇൻസ്റ്റ തുറക്കുമ്പോ ഇതുപോലത്തെ പരിപാടികളാണല്ലോ കാണാൻ. നമ്മളൊക്കെ റീചാർജ് ചെയ്യുന്ന ഇതിന് വേണ്ടിട്ടാണ്. കടലിൽ നീന്താൻ പോയി നീന്തങ്ങോട്ട് നീന്താ അങ്ങോട്ട് പറഞ്ഞു. എടാ നാരി, ഇത് കടലത്. നീന്ത എന്തുപറ്റി? അയ്യോ, എനിക്കിത് പറ്റൂന്ന് തോന്നുന്നുള്ള ഭയങ്കര കുഴിയായത്. പാവം എല്ലാത്ത ആഴത്തിൽ നീന്തത്താ അങ്ങോട്ട് കളിക്കാതെ. എനിക്ക് നാട്ടിലെ ഉള്ളതാ. പറ്റൂല, എനിക്ക് പറ്റൂല. ദശമൂലം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ആ ഞാൻ അമ്മച്ചില്ലയോ, ഞാൻ പറഞ്ഞോളാം. എനിക്ക് പോയെന്ന് കാണാനുള്ളതാ. ആ അങ്ങോട്ട് നീന്തത്താ അടവറക്കാതെ. നീ പെണ്ണ് കെട്ടിയില്ലല്ലേ? എന്താണ് ബോട്ട് പറഞ്ഞ? ഞങ്ങളൊരുത്തം വെള്ളത്തിലെറിഞ്ഞാണ്. ആരാണാ പറ്റി? ആ ഹിന്ദുവിന്റെ മറ്റവൻ ഫ്രാങ്കിനാവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ. അതുകൊണ്ട് നീ ഇങ്ങനെ പറയുന്നത് പെണ്ണുങ്ങളൊക്കെ ഇത് കടലാടാ. കടല് കൊണ്ടിറക്കിട്ട് നീന്താൻ പറയണല്ലേ. അങ്ങോട്ട് നീന്തത്താ അങ്ങോട്ട്. ഇതേ പോസ്റ്റ് വരെ പോയാണ്. എന്നെ കൊണ്ടെത്തില്ല. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിത്ത്. അതെന്താ പറ്റാത്തെ? പറ്റാന്ന് പറഞ്ഞാ ഭയങ്കര കുഴിയുടെ. എവിടെ അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യി. കുഴിയെന്നാ പറയുന്നു. ഞാൻ വെള്ളം 2 പ്രാവശ്യം കുടിച്ചു. Hello, how are you? I am under the water. Please help me. അറിയാ ഉപ്പുള്ള പാവത്തിന് ഞാനാ കടലിലേക്ക് ഇറക്കി വിട്ടത്. നാണക്കേടാ നീ കൊച്ചുള്ളവരെ പോലെ ഇങ്ങനെ നടന്ന്. ഇത് അടി ഒഴുക്കുള്ളതാ. നീ കടലിലേക്ക് നടക്കണോ? പോസ്റ്റ് വരെ പോയാ മതി. കടലിലേക്ക് നടക്കണം. പാടാ. പറ്റുകയില്ലേ? വേണ്ട. ബോൾ ചെയ്യാൻ പറ്റുമോ? കീപ്പർ ഔട്ട്. എന്തുപാട് അതാ പെണ്ണുങ്ങൾ വരെ നിന്ന് കുളിക്കുക. നാണക്കേടാ. നമ്മളാരാ മോൻ? അയ്യോ എന്റെ ദൈവമേ, എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളത്, ആരോ ഈ ധൈര്യം കൊടുത്ത് ഇതിന് കടലിലേക്ക് ഇറങ്ങി? നിങ്ങളെ അകത്ത് ടയറാൻ്റെ ഉണ്ട്. ടയറും ഒന്നുമില്ല, ഒരു ബലൂണും ഇല്ല. അത്ത ചുമ്മാ അടവറക്കാതെ നീന്തി. ദൈവമേ, ഇതിന്റെ ക്ലൈമാക്സ് എന്തായോ എന്താ. അയ്യോ എന്താ ഞാൻ ഇതിനൊക്കെ പറയണത്? ദൈവമേ, കഷ്ടമാണ്. പാവപ്പെട്ട ഒരുത്തനെ കടലിലും കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ട് കമാൻഡ് ചെയ്യപ്പെടുന്നത്. നീന്താക്കോട് കടലിൽ നീന്തി കിടക്ക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗുയ്സ്. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റയിലാണ് കണ്ടെങ്കിൽ ഡു ഫോളോ മീ ഗൈസ്. അപ്പൊ ഇതുപോലെ വെറൈറ്റി കണ്ടന്റ് കാണുന്നവരെ ബൈ ബൈ. By the way.